അമ്മോ അമ്മോ, എന്താ? ഒരു കാഴ്ച കാണണമെങ്കിൽ വേഗം വാ. എന്താ നീ നോക്കി? ആ കളർ യൂണിഫോമിനേക്കാൾ നല്ലതല്ലേ ഈ കളർ യൂണിഫോം? പക്ഷെ യൂണിഫോമിന്റെ അളവെടുത്ത് ശരിയായിട്ടില്ല. കുറച്ച് ലൂസ് ഉണ്ടോ എന്നൊരു സംശയം. അതാ തയ്യക്കാരനും ചോദിച്ചു, നിന്റെ തലക്ക് ലൂസ് ഉണ്ടോ? ഈ ഡ്രസ് ഏതാ കറുത്തത്? കറുത്തതാ, നേരം വെളുപ്പിച്ചതാ ഇത്. ഉറക്കിയിട്ടില്ല ഇന്നലെ. പാതിരാത്രിക്ക് പോയി കട തുറപ്പിച്ച് പിന്നെ ടൈലറെ വിളിച്ചുണർത്തി വെളുക്കുന്നത് വരെ കാവലിൽ നിന്ന് തയ്പ്പിച്ച് മേടിച്ചതാ ഈ യൂണിഫോം. ആഹാ, അമ്മ ഇതുവരെ റെഡി ആയില്ലേ? ചോദിക്കണ കേട്ടില്ലേ? കുറച്ച് കറിയുപ്പ് കൊണ്ടേ കൊടുക്ക്. അണ്ണാക്കിലിട്ട് വെള്ളം ഒഴിക്കട്ടെ, കാലമാടൻ. ഇവരെന്താ വഴി തെറ്റിപ്പോണേ? കോളേജിലേക്കല്ലേ? ഇന്നെന്താ കാട്ടിക്കൂടിയൊക്കെ വരണേ? പിന്നെ മെയിൻ ഗേറ്റിൽ കൂടെ ചെന്ന് എല്ലാവരും കളിയാക്കൽ വാങ്ങിക്കൂട്ടണോ? ഗുഡ് മോർണിംഗ് ജെമിനി ഗണേശൻ. കണ്ടില്ലേ, കോമാളിയുടെ കണ്ണ പോലെ എല്ലാവർക്കും. നമ്മൾ മൈൻഡ് ചെയ്യണ്ട, അവന്മാർക്ക് ഒന്നിനും ഒരു വെളിവില്ല. എന്തൊരു കഷ്ടം. ഇവരെ മൈൻഡ് ചെയ്യണ്ട. അമ്മോ, പാവ ഒരു ബ്ലൈൻഡ് തൊട്ട് പിന്നാലെ ഉണ്ടേ. ആ ഷോൾഡർ ഒന്ന് കൊടുത്ത് ഹെൽപ്പ് ചെയ്യണേ. ശ്രീകൃഷ്ണ പ്ലീസ്, അറ്റ്ലീസ്റ്റ് ആ ഗ്ലാസ് എങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? നോ, ഗ്ലാസ് മാറ്റിയാൽ ഞാൻ വാച്ച് ചെയ്യുന്നതിൽ അവർക്ക് മനസ്സിലാവും. ഇയാളെ ഒഴിവാക്കാൻ ഞാനൊരു ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്, നീ കണ്ടോ? എന്താ എന്താ പറഞ്ഞു? നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ, നീയല്ലോ പറഞ്ഞോ. തോന്നിയതായിരിക്കും. ഓ പെട്ടേനെ. എത്ര നേരം ഇതിനകത്ത് ഇങ്ങനെ നിക്കണേ? എന്താ എത്ര ലേറ്റ് ആയേ? നീ അതങ്ങ് കൊടുത്തേ. കൊള്ളാല്ലേ? ഹലോ. അമ്മ ഇവിടെ ഉണ്ട്. അമ്മ അകത്തേക്ക് പോയിരിക്കുക, ഞാനിവിടെ പുറത്ത് നിൽപ്പുണ്ട്. പുറത്ത് നിക്കേ, കൂടെ പോയി നിക്കണോ? ഓക്കെ മാഡം. എടോ, അവളുടെ അടുത്ത് ചെന്ന് നിക്കാൻ. അയ്യോ, അങ്ങനെ അടുത്ത് നിൽക്കാൻ പാടില്ല. അമ്മ ടോയ്ലറ്റിലാ. ടോയ്ലറ്റിലാ പോയി നിക്കണേ? അവിടെ കൂടെ മാറി നിക്കടോ. ഈശോ മിശിഹായെ സ്തുതി. അയ്യോ, ഇതിനതല്ലോ അലൈക്കും കുട്ടി പറഞ്ഞു തരുന്നതിന് പോയല്ലോ. അമ്മ ഇവിടെ അകത്തുണ്ട്, ഇപ്പൊ വരും. ഇനി കുറച്ചു നേരത്തേക്ക് ബോഡി ഗാർഡിന്റെ ശല്യം ഉണ്ടാവില്ല. അതിനുള്ളിൽ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം. നീ പെൺകുട്ടികൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ട് എന്തായി? ആര് മേടിക്കാൻ? അയാളുടെ നമ്പർ പോലും ഒറ്റ ഒരുത്തിക്കും വേണ്ട. കൊടുക്കാൻ നിവൃത്തിയില്ലാതെ എല്ലാവർക്കും ഞാൻ എന്റെ നമ്പർ കൊടുത്തു. എന്ത് കാര്യത്തിന്? നീ നമ്പർ കൊടുക്കുന്ന എന്ത് കാര്യത്തിനാണോ ആ കാര്യത്തിന് തന്നെ. ഇതാ പറയുന്നത്, കള്ളനെ നമ്പിയാലും ഇവനെ നമ്പർ. അയ്യോ മതി. എടാ ജോസഫേ, ആ ബോഡി ഗാർഡിന് എത്തുന്നതിന് മുമ്പ് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം. എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് മാറ്റിയെടുക്കണം. ഓക്കെ. ഈശ്വര, ക്ലാസ് തുടങ്ങിയല്ലോ. എത്ര സമയം? അമ്മോ, അമ്മോ, മേ കം ഇൻ? അമ്മോ ഇതിലുണ്ടോ? അമ്മോ, 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 അമ്മോ ഇതിലൊന്നുമില്ലല്ലോ. സോറി. അയ്യോ, സാർ എന്താ ഇവിടെ? അമ്മോ, എന്താടാ? നിന്റെ ആ ബോഡി ഗാർഡിനെ പിന്നെയും പ്രിൻസ് നോക്കി. അയ്യോ, ലേഡീസ് ടോയ്ലറ്റിൽ തന്നെ. അതൊന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. തനിക്ക് പെൺകുട്ടികളുടെ ടോയ്ലറ്റിൽ എന്താണോ പണി? എനിക്കൊരു അബദ്ധം പറ്റിയതാണ് സാർ. അബദ്ധം? ഒരു പ്രാവശ്യമാണെങ്കിൽ പോട്ടെ, ഇത് ഞാൻ എപ്പോ നോക്കിയാലും താൻ ഇതിന്റെ അകത്ത് തന്നെയല്ലേ. അതെങ്ങനെ അബദ്ധം വന്നത്? താൻ മനഃപൂർവ്വം കയറിയതല്ലേ? ഇന്ന് അറിഞ്ഞോണ്ട് കേറിയതാ. അപ്പൊ ഇന്നലെ അറിയാണ്ട് കേറിയതാ. ഇതാണ് ഞാൻ പറഞ്ഞത്, തനിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. തന്റെ ഈ വേഷമുണ്ടല്ലോ, കല്യാണ പരിശീലെ ജമിനി ഗണേശന്റെ വേഷം, ഇത് കണ്ടാൽ അറിയാൻ താൻ നോർമൽ അല്ലെന്ന്. എന്ത് പറഞ്ഞിട്ടെന്താ? നിൽക്കുന്ന കണ്ടില്ലേ, ഒരു നാണമില്ലാണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു സൃഷ്ടിയെ കാണുന്നത്. മതി കാഴ്ച കണ്ടത്. എല്ലാവരും അയാളുടെ വായിൽ നോക്കിക്കാതെ പോയേ. ഓരോരുത്തർ അവരുടെ ക്ലാസ്സിലേക്ക് പോ. ഓടോ ക്ലാസ്സിലേക്ക്.